രാമമന്ത്രമുഖരിതമാണ് അയോധ്യ. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി കൃത്യം 24 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷത്തിലും ഭക്തിയിലും ആറാടുകയാണ് നഗരം. രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ നടക്കും. പുണ്യകേന്ദ്രങ്ങളിൽ പ്രത്യേക പൂജകളും ഹോമങ്ങളും ചടങ്ങുകളും നടക്കും. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ചടങ്ങിന് പ്രധാനമന്ത്രിയും സർ സംഘചാലകും നാളെ അയോധ്യയിലെത്തും. കനത്ത സുരക്ഷയിലാണ് അയോധ്യ നഗരം. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും ഗൗതം അനന്തനാരായണനും ചേരുന്നുണ്ട്. ആദ്യം ഗൗതമിലേക്കാണ്. ഗൗതം, നാളെ ഒരുപക്ഷെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ഉണ്ടെങ്കിൽ പോലും എല്ലാ വഴികളും അയോധ്യയിലേക്ക്, എല്ലാവരും രാമഭക്തർ എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് മനസ്സിലാകുന്നു. കാരണം നിയന്ത്രണങ്ങളും മറികടന്ന ആയിരങ്ങളാണ് ഇപ്പോഴും അയോധ്യയിലേക്ക് കാൽനടയായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് കിട്ടുന്നത്. അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനിയും ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ശ്രീരാമ ജന്മഭൂമിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. നിയന്ത്രണങ്ങൾ മറികടന്നും കാൽനടയായി പതിനായിരങ്ങൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രാമന്മാർ, എല്ലാ വഴികളും അയോധ്യയിലേക്ക് എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൊടുന്തണുപ്പിനെയും ശീതക്കാറ്റിനെയും വകവയ്ക്കാതെ രാമനാമജപങ്ങളുമായി കാൽനടയായി രാമഭക്തർ എത്തിയതോടെ ക്ഷേത്ര നഗരി ആനന്ദ ലഹരിയിലാണ്. ഉത്സവ പ്രതീതിയാണെന്നും ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, പറഞ്ഞോളൂ. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ഉത്സവ അന്തരീക്ഷമാണ് അയോധ്യ നഗരത്തിലെങ്ങും. ലതാ മങ്കേഷ്കർ ഒരു ചൗക്കാണ്. ധർമ്മപത്ത് എന്ന ഈ പാതയിലൂടെ വരുമ്പോൾ ആദ്യം അയോധ്യ നഗരത്തിനകത്തേക്കുള്ള പ്രവേശനം തുടങ്ങുന്നത് ഈ ലതാ മങ്കേഷ്കർ ചൗക്കിലാണ്. ഇവിടെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഭാഗത്ത് വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. RAFന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പ്രത്യേക സേനാ വിഭാഗമാണ്. കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ നേരിടുന്നതിൽ വളരെയധികം പരിശീലനം ലഭിച്ചിട്ടുള്ള പ്രത്യേക വിഭാഗമാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. അവരെ തന്നെ ഇപ്പോൾ പ്രധാന കവാടത്തിന്റെ വിഭാഗത്തിലുമാണ്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മികച്ച രീതിയിൽ ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ഭക്തജനങ്ങൾ ധാരാളമായി അയോധ്യയിലേക്ക്, പ്രത്യേകിച്ച് അയോധ്യ നിവാസികൾ, അയോധ്യ ഡിസ്ട്രിക്റ്റിന് സമീപത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, അവരെല്ലാം ഇപ്പോൾ രാമമന്ത്രം മുഴക്കിയും ഒപ്പം ജയ് ശ്രീറാം വിളിച്ചും അവരെല്ലാം ഇപ്പോൾ രാമമന്ത്രം മുഴക്കിയും ഒപ്പം ജയ് ശ്രീറാം വിളിച്ചും ഭഗവത് പതാക ഏന്തിയും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, റോഡിന്റെ എല്ലാ വശങ്ങളിലും ആളുകൾ ഈ അയോധ്യ നഗരത്തിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന ഒരു പോയിന്റാണിത്. വരുന്ന ആളുകളുടെ എല്ലാം കൈകളിൽ ഭഗവത് കൊടിയുണ്ട്. ഒപ്പം ജയ് ശ്രീറാം മുഴക്കി ധാരാളം ഭക്തർ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനിയും ശേഷിക്കുന്നത് ചുരുക്കം മണിക്കൂറുകൾ മാത്രമാണ്. നാളെ 12:20 മഹാക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുക. ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി അദ്ദേഹം നാളെ രാവിലെ 10:25 ഇവിടെ മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം അയോധ്യയിലെ ക്ഷേത്രത്തിനടുത്തുള്ള ഹെലിപാഡിലേക്ക് എത്തിച്ചേരുക. പിന്നീട് രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള പ്രത്യേക ക്ഷണപ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഗൗതം, കേരളത്തിൽ നിന്നുള്ള സന്യാസിമാരുടെ സംഘവും പ്രത്യേക ക്ഷണപ്രകാരം എത്തിച്ചേർന്നിരുന്നല്ലോ. അവരുമായി ഗൗതം സംസാരിക്കുകയും ചെയ്തു. ലക്ഷ്മി, ചിദാനന്ദപുരസ്വാമി ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം രാമദാസ മിഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ വളരെ സജീവമായ വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാർ നിലവിൽ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ കേരളത്തിൽ നിന്നും ഹൈന്ദവ സംഘടനകളുടെയും സ്റ്റേറ്റിന്റെയും, അതായത് UP ഗവൺമെന്റിന്റെയും തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെയും ക്ഷണമായി 20 പേരാണ് കേരളത്തിൽ നിന്നും എത്തേണ്ടത്. അതിൽ ഭൂരിഭാഗം ആളുകളും ഇന്നും അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെയും നാളെ രാവിലെയുമായി അയോധ്യയിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ സന്യാസി സമൂഹത്തിന്റെ പട്ടിക അതിലല്ല വരുന്നത്. സന്യാസി സമൂഹത്തിലെ ട്രസ്റ്റ് 4000-ഓളം സന്യാസിമാരെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. അത് ഒരു സംസ്ഥാനം എന്ന തീർത്ഥക്ഷേത്ര ട്രസ്റ്റും
ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ, RSS, വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളുടെ പ്രതിനിധികൾ, അത് കൂടാതെ തീർത്ഥക്ഷേത്ര ട്രസ്റ്റും സ്റ്റേറ്റും ഉത്തർപ്രദേശ് സർക്കാരും പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നും 20 പേർക്കാണ് ക്ഷണമുള്ളത് ലക്ഷ്മി. അതിൽ ആ ക്ഷണമുള്ള ആളുകൾ കൂടി ഇന്ന് ഉച്ചയ്ക്കും നാളെയുമായി അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഭാരതത്തിന്റെ മുഴുവൻ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഈ ഒരു മഹോത്സവത്തിന്റെ ഭാഗമാകാനായി രാമക്ഷേത്രത്തിലേക്ക് എത്തും. ഇനിയും ഏവരും കാത്തു നിൽക്കുന്നത് നാളത്തെ ആ അസുലഭ ധന്യ മുഹൂർത്തത്തിന് വേണ്ടിയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്കായി പ്രത്യേക ക്ഷണപ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അയോധ്യയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ഗൗതം സൂചിപ്പിച്ച പോലെ കേരളത്തിൽ നിന്നുള്ള സന്യാസിമാരുടെ സംഘം, രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണപ്രകാരം എത്തിയവർ, UP സർക്കാർ അതിഥികളായി എത്തിയവർ ഉൾപ്പെടെ രാമജന്മഭൂമിയിൽ ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, പ്രാണപ്രതിഷ്ഠയ്ക്കായി പ്രധാനമന്ത്രിയും സംഘചാലകം നാളെ അയോധ്യയിലെത്തും. മാത്രമല്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവസാനവട്ട ഒരുക്കങ്ങൾ പരിശോധിക്കാൻ എത്തുമെന്ന് അറിയാൻ സാധിച്ചിരുന്നല്ലോ. അവസാനവട്ട ഒരുക്കങ്ങൾ എവിടെ വരെയപ്പോൾ തന്നെ UP മുഖ്യമന്ത്രി അവിടെ സന്നിഹിതനാണോ? എന്താണ് നൽകാനുള്ള വിവരങ്ങൾ അവിടെ നിന്ന്? ലക്ഷ്മി, പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അതിന്റെ എത്രത്തോളം ഒരു ആഹ്ലാദത്തിലും ഒപ്പം ഒരുക്കത്തിലുമാണ് അയോധ്യ എന്നുള്ളത്. അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടമാണിത്. ഇവിടെ വരെയാണ് നിലവിൽ മാധ്യമങ്ങൾക്കും തീർത്ഥാടകർക്കുമെല്ലാം നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രവേശന കവാടം പൂർണ്ണമായും പുഷ്പാലങ്കൃതമാക്കിക്കൊണ്ട് മുഴുവൻ പുഷ്പങ്ങളാൽ അലങ്കരിച്ചുകൊണ്ടാണുള്ളത്. നാളത്തെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അയോധ്യ. ഒപ്പം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും ഉൾപ്പെടെയുള്ളവർ നാളെ അയോധ്യയിൽ ഈ പുണ്യഭൂമിയിലേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാന യജമാനനായി നിന്നുകൊണ്ട് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത്. തീർച്ചയായും രാംലല്ല വീണ്ടും പ്രതിഷ്ഠിതനാകുമ്പോൾ, സ്വന്തം ജന്മസ്ഥാനത്ത് ഗൃഹത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ അതിന്റെ യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നാളെ 10 മണിക്ക് മുൻപായി അദ്ദേഹം അയോധ്യയിലെത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 12:05 രാമക്ഷേത്രത്തിലേക്ക് എത്തും. അതുമുതൽ 12:55 വരെ രാമക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ആ ചടങ്ങിൽ പങ്കെടുക്കും. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ മന്ത്രോച്ചാരണങ്ങളുടെ വേദോച്ചാരണങ്ങളുടെ അകമ്പടിയോടുകൂടി ആ മഹത്തായ ചടങ്ങിന് സാന്നിധ്യം വഹിക്കും. 121 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠയും ഒപ്പം നിലവിൽ നടന്നുവരുന്ന ഈ ക്ഷേത്രത്തിനകത്ത് നടന്നുവരുന്ന പ്രത്യേക പൂജകൾ, കലശവും ഒപ്പം പ്രത്യേക അർച്ചനകളും ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രത്യേക പൂജകൾക്കെല്ലാം 121 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. ഒപ്പം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട 4000-ഓളം സന്യാസി ശ്രേഷ്ഠന്മാരും സാന്നിധ്യം വഹിക്കുന്നുണ്ട്. ഒപ്പം വിവിധ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികളെയും ഈ ഒരു ചടങ്ങിലേക്ക് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരിക്കും, ഭക്തിസാന്ദ്രമായ ചടങ്ങ് തന്നെയായിരിക്കും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. തികച്ചും ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഈ അയോധ്യ നഗരമുള്ളത്. നമുക്ക് നേരെ ഇവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതാണ് രാംപത്ത് എന്നുള്ള ഈ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി. നേരത്തെ ഒരു ഇടുങ്ങിയ ഗലിയിലൂടെയുള്ള, അതായത് കെട്ടിടങ്ങൾ നിറഞ്ഞ അതിനിടയിലൂടെയുള്ള ഒറ്റയടി പാതയായിരുന്നുവെങ്കിൽ ഇന്നത് നവീകരിച്ചുകൊണ്ടും 4 വരി പാത അത് ഒരു വികസനത്തിന്റെ പാതയിലേക്ക് ഈ നഗരത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് പൂർണ്ണമായും കാണാൻ സാധിക്കുക. ഇന്നലെ വരെയും തീർത്ഥാടകരെ ഈ രാംപത്തിലേക്കും കടത്തിവിട്ടിരുന്നു. സാധാരണക്കാരായ തീർത്ഥാടകർ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെയും ഇന്നലെ വൈകിട്ട് വരെ ഈ രാംപത്തിലേക്കും കടത്തിവിട്ടിരുന്നു. ഇന്നലെ എന്തെല്ലാം തന്നെ ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ ഈ വലിയ ഭജനകൾ ഇന്നലെ നടന്നിരുന്നു. ഇന്ന് ഈ ഒരു യെല്ലോ സോണിനകത്തേക്ക്, അതായത് രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള റെഡ് സോണിൽ അതിന് പുറത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള യെല്ലോ സോണിലേക്കും സാധാരണക്കാരായ ഭക്തരെ കടത്തിവിടുന്നില്ല. പ്രത്യേകം അനുമതി വാങ്ങിയവരെ മാത്രമാണ് കടത്തിവിടുന്നത്. അതായത് ചില പ്രദേശങ്ങളിൽ നിന്ന് സൈക്കിൾ ചവിട്ടി എത്തിയവരോടൊപ്പം കാൽനടയായി എത്തിയവരുണ്ട്. ചില തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയവരുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ മാത്രമാണ് ഈ ക്ഷേത്ര കവാടത്തിലേക്ക് കടത്തിവിടുന്നത്. ഈ ക്ഷേത്ര കവാടത്തിലേക്ക് കടത്തിവിടുന്നത്
വലിയ രീതിയിൽ ഭക്തർ സരയൂ നദീ തീരത്ത് അതോടൊപ്പം തന്നെ ഈ സരയൂ ആരതി നടക്കുന്ന മേഖലയിലും റാംകി പേടിയിലും എല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഭജന നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഭക്തിസാന്ദ്രം കൂടിയാണ് അയോധ്യ നഗരം. ഈ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ഈ സരയൂ നദിക്കരയിൽ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് രാമനാമം ജപിക്കുക, ഈ ഒരു പുണ്യവേളയിൽ അയോധ്യയിൽ സരയൂ നദിക്കരയിൽ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വലിയ രീതിയിൽ തീർത്ഥാടകരെത്തുന്നത്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 3 ലെയറുകളിലായിട്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. NSC കമാൻഡോ ക്ഷേത്ര പരിസരത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ. രാമക്ഷേത്രത്തിന് മുന്നിലും രാമക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്താൻ സാധിക്കാത്തവർ ഹനുമാൻഗഡിയിലും രാബത്തിലും സരയൂ തീരത്തുമെല്ലാം ഭക്തർ നിറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഗൗതം ജിഷ്ണുവും ആ വിവരങ്ങൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. രാമക്ഷേത്രത്തിലേക്ക് എത്തി അല്ലെങ്കിൽ അയോധ്യയിലേക്ക് രാമജന്മഭൂമിയിലേക്ക് ആ ഒരു സമയത്ത് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് തത്സമയ വിവരങ്ങളും സംരക്ഷണം നൽകാൻ വേണ്ടി ടീം ജനം സജ്ജരാണ്.